ചേച്ചി, മഞ്ജേച്ചി ഇങ്ങനെ കരയില്ലേ? വന്ന് വന്ന മനുഷ്യൻ മോഷണം തുടങ്ങിയില്ല ഭഗവാനെ. ഇയാൾ ഇങ്ങനെ ഒരുത്തനാണെന്ന് ഞാൻ കരുതിയത് പോലുമില്ല. എല്ലാത്തിനും കാരണം അയാളുടെ ഒടുക്കത്തെ ചീട്ട് കളിയാ. ചീട്ട് കളിച്ച് കളിച്ച് അവസാനം ജയിലഴി എണ്ണേണ്ട ഗതിയായി. എന്റെ ഈശ്വര, എനിക്കിതൊന്നും കാണണ്ട. എനിക്കിനി ചത്താ മതി. അയ്യോ മഞ്ജേച്ചി, ചേച്ചി കരയാതിരിക്കേ. വേണ്ട മോളെ, എനിക്കിനി അയാൾക്കൊപ്പം ഒരു ജീവിതം വേണ്ട. ഇങ്ങനെ ഒരു മോഷ്ടാവിന്റെ ദുർനടപ്പുകാരന്റെ ഭാര്യയായി എനിക്കിനി ജീവിക്കണ്ട. ചേച്ചി നോക്കേ, ചേട്ടന് ഒരു ബുദ്ധിമോശം സംഭവിച്ചു പോയെന്ന് മാത്രം കരുതിയാ മതി. എന്ത് ബുദ്ധിമോശം? അറിഞ്ഞുകൊണ്ട് പണം കക്കുന്നതാണോ ബുദ്ധിമോശം? അഞ്ജു, നിനക്കിനി ഈ ജന്മത്തിൽ ഒരു വിവാഹം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു വിവാഹം തലനാരിഴയ്ക്ക തട്ടിത്തെറിച്ചു പോയത്. ഇപ്പൊ വീണ്ടും അതേ കുടുംബത്തിൽ നിന്ന് ഒരു ആലോചന വന്നു. അത് വിവാഹത്തിന്റെ വക്ക് വരെ എത്തിയപ്പോ തേ കിടക്കുന്നു ആങ്ങള ജയിലില്. പോലീസ് മോഷണ കേസിൽ അനീഷിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി എന്ന് പൊന്നാരൻ തോട്ടത്തുകാരെ അറിഞ്ഞ അതോടെ തീർന്നു. വിവാഹവും സംബന്ധവും ഒക്കെ അവിടെ നിൽക്കും. കള്ളന്റെ കുടുംബവുമായി ബന്ധം കൂടാൻ അവർ തയ്യാറാവോ? ഇത് നിന്റെ തലവിധിയാ. എന്തായാലും ഇത് വല്ലാത്തൊരു വിധിയായി പോയി. ഈ കല്യാണം കൂടെ മുടങ്ങിയാലേ അമ്മയാണ് സത്യം. ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല. എന്റെ ജീവിതം ഞാൻ അവസാനിപ്പിക്കും. അഞ്ജിതേ, നിങ്ങൾ എല്ലാരും കൂടി ഇങ്ങനെ വേവലാതിപ്പെടാതിരിക്കെ ഒന്നും സംഭവിക്കില്ല. നിശ്ചയിച്ചതുപോലെ തന്നെ വിവാഹമൊക്കെ നടക്കും. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ഇപ്പൊ നടന്നൊന്നും മുത്തശ്ശൻ അറിയരുത്. എന്തായാലും മുത്തശ്ശൻ അമ്പലത്തിൽ നിന്ന് വരുന്നതിന് മുൻപ് ഇതിനൊരു പരിഹാരം കാണാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ. നീ എന്ത് ചെയ്യാൻ പോവാ? അതൊക്കെ വന്നിട്ട് പറയാം.